അതെ, നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ മോൾക്ക് ഒരു ഭാവമാറ്റമൊക്കെ? അതെ, അത് ശരിയാ. ഇത് ഞാനും ശ്രദ്ധിച്ചു. ഇന്ന് ഇഡ്ഡലിയാണോ അച്ഛാ? ഈ വീക്ക് അച്ഛന്റെ ഡ്യൂട്ടിയാ മോളെ. ഐ ആം സോറി, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. വന്നോളൂ, ഇരിക്കൂ. എന്താ പ്രശ്നം? വയറുവേദന ഡോക്ടറെ, ഇന്നലെ തുടങ്ങിയതാണ്. ഇന്നലെ രാത്രി എന്താ കഴിച്ചു? ഇന്നലെ ചോറും കറിയും ആണ് കഴിച്ചത്. ഫാസ്റ്റ് ഫുഡ് കഴിക്കാറുണ്ടോ മോള്? മാത്രമേ കഴിക്കാറുള്ളൂ. അതാണ് പ്രശ്നം. ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം കേട്ടോ. ഇങ്ങനെ 1 മാസത്തേക്ക് മരുന്ന് എഴുതാം. വരൂ. കാൽഷ്യം വിറ്റാമിൻ ഒക്കെ നല്ലോണം കമ്മിയാണ്. അപ്പോൾ അത് കൂട്ടാനുള്ള സാധനങ്ങൾ കൊടുക്കണം. വെജിറ്റബിൾസും ഇലക്കറികളൊക്കെ നന്നായി കഴിക്കാൻ കൊടുക്കണം. പിന്നെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം കേട്ടോ. ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഈ വിറ്റാമിൻ ഒക്കെ കുറവാകും. അപ്പോൾ വിറ്റാമിൻ കൂടണമെങ്കിൽ വെജിറ്റബിൾസും ഇലക്കറികളൊക്കെ നന്നായി കൊടുക്കുക. 1 മാസത്തിന് ഞാൻ മരുന്ന് എഴുതാം. 1 മാസം കഴിഞ്ഞിട്ട് വരൂ. അതായത് മാറിയിട്ടില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് മാറിയിട്ടില്ലെങ്കിൽ വരിക. ശരി. ഈ മരുന്ന് ഇവിടെ ഒരു മിനിറ്റ്. എത്ര ദിവസത്തിന് എടുക്കണം? 10 ദിവസത്തിന്. അതെ. എല്ലാത്തിനും എഴുതിയാണ് കേട്ടോ. മോളെ, ചേട്ടനൊരു സൂത്രം കാണിച്ചു തരാം. അയ്യേ, ഇത് വെറും വിറ്റാമിൻ ഗുളികകളല്ലേ. ഞാൻ നല്ല മധുരമുള്ള മിഠായി മരുന്നുകൾ തരാം. പൈസയൊക്കെ തരാം, പക്ഷേ വീട്ടിലറിഞ്ഞാൽ? ഇതെങ്ങനെ വീട്ടിലറിയാനാ? ഇത് മരുന്നല്ലേ അല്ലേ? മരുന്നല്ലേ? പൈസ തരാലോ. ഇനിയും വാങ്ങാലോ. ഇത് വെറും സാമ്പിളാ. മോളെ, ആ കുന്ത്രാണ്ടൊക്കെ ഒന്ന് അവിടെ വെച്ചിട്ട് ഒന്നും കൂടി വരൂ. മോളെ, ആ കുന്ത്രാണ്ടൊക്കെ ഒന്ന് അവിടെ വെച്ചൊന്നും കൂടി വാ. ഒന്നും കൂടി വരൂ. ഇതൊന്നും അവിടെ വെക്കൂ. മോളെ, പലരും പലതും പറയാനുണ്ടാവും. എന്നാലേ ഞാനൊരു കഥ പറഞ്ഞു തരാം. ഒരു കിണറ്റില് ഒരു തവള ഉണ്ടായിരുന്നു. അതവിടെയുള്ള മീനുകളെയും പ്രാണികളെയും ഒക്കെ പിടിച്ചു തിന്ന് ലഹരി പിടിച്ച പോലെ ജീവിച്ചു. അതിനിടയ്ക്ക് മറ്റൊരു തവള ആ കിണറ്റിൽ വന്ന് പെട്ടു. എന്നിട്ട് രണ്ടാമത്തെ കുഞ്ഞൻ തവള ആ പരിസരമൊക്കെ കണ്ടിട്ട് അവിടെ ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് മറ്റേ തവളേനെ വിളിച്ച് രക്ഷപ്പെടാന്ന് പറഞ്ഞു. ലഹരി പിടിച്ച ആ മറ്റേ തവളയാണെങ്കിൽ എനിക്കിവിടെ മതിയെന്നും പറഞ്ഞിരുന്നു. കുഞ്ഞൻ തവളയാണെങ്കിൽ ചാടി രക്ഷപ്പെട്ടു. എന്നിട്ട് എന്തായി മുത്തശ്ശി? എന്താവാനാ, ആ തവള ലഹരി പിടിച്ച് അവിടെ മുഴുവൻ നടന്നു. അവസാനം ഒരു പെരുമ്പാമ്പ് വന്ന് ആ തവളയെ മുങ്ങി. അയ്യോ, കഷ്ടായി. പലരും പറയുന്നത് കേട്ട് പലതും ചെയ്താ ഈ പെരുമ്പാമ്പ് വിഴിഞ്ഞ തവളയെ പോലെ ആവും.
അതുകൊണ്ട് ജീവിതം തന്നെയാണ് ലഹരി കുട്ടി. എനിക്ക് എല്ലാം മനസ്സിലായി മുത്തശ്ശി. ആ അത് മതി. മരുന്ന് മിഠായി വേണ്ട മക്കളെ, വേണ്ട. ഞങ്ങൾക്ക് ലഹരി വേണ്ട. മധുരമുള്ള മരുന്ന് മിഠായി തരാം. അയ്യോ വേണ്ട. 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 മധുരമുള്ള മരുന്ന് മിഠായി തരാം. അയ്യോ വേണ്ട. വരൂ മക്കളെ, ഞങ്ങൾക്ക് ലഹരി വേണ്ട. മധുരമുള്ള മരുന്ന് മിഠായി. അയ്യോ വേണ്ട. വായനയാണ് ലഹരി, പഠനമാണ് ലഹരി, ജീവിതമാണ് ലഹരി.